സ്തുതിക്കുന്നു വന്നുയർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരായ സഹോദരീശ്വരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹനീയമായ ഭരണകാലം 1000 ആണ്ട് വാഴ്ചയുടെ മറ്റ് ചില പ്രത്യേകതകൾ ഇന്ന് നമുക്ക് ഒന്നിച്ച് പരിശോധിക്കാം, പഠിക്കാം. ഈ കാലഘട്ടമെന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സുവർണ യുഗമായിരിക്കും. 1000 വർഷമേ അതിന് ദൈർഘ്യമുള്ളെങ്കിലും അത് ഏറ്റവും മനോഹരവും സന്തോഷകരവും ആത്മപൂർണമായ ഒരു കാലയളവായിരിക്കും. ലോകത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാലയളവ് ഉണ്ടായിട്ടില്ല. വരുവാനിരിക്കുന്ന ഭാവി കാല നിത്യതയോട് ചേർത്ത് അതിനെ സാമ്യപ്പെടുത്താൻ ഒക്കുകയില്ലെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ യുഗങ്ങളെക്കാളും മെച്ചപ്പെട്ട ഭരണകാലമായിട്ട് 1000 ആണ്ട് വാഴ്ചക്കാലമിരിക്കും. ആ വാഴ്ചക്കാലത്തിൻ്റെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാ കാലത്തും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതിലധികം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഈ ഭൂമിയിലുണ്ടായിരിക്കും. അത് സംബന്ധിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1000 ആണ്ട് വാഴ്ചയുടെ ഈ അനുഗ്രഹത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനമാണ്. പരിശുദ്ധാത്മ നിറവ് അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതിലധികം ആ കാലത്ത് ഈ ഭൂമിയിലുണ്ടായിരിക്കും. നമുക്ക് വായിക്കാം യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ. മതി. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അതിൻ്റെ ശേഷമോ സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. മഹോദരകാലത്തിൻ്റെ ഒടുവിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകരാജ്യത്വം ഏറ്റെടുക്കാൻ മടങ്ങി വന്ന് ഇസ്രായേലിനെ കൂട്ടിച്ചേർത്ത് രാജ്യം സ്ഥാപിച്ച ശേഷം നടക്കാൻ പോകുന്ന കാര്യം. അതിന് മുകളിലത്തെ വാക്യങ്ങൾ ആ സംഭവങ്ങളാണ് വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, അതിൻ്റെ ശേഷമോ ഇസ്രായേലിനെ കൂട്ടിച്ചേർത്ത് സഹസ്രാബ്ദ രാജ്യം സ്ഥാപിതമായി കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമോ പിന്നെന്ത് ചെയ്യും? ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എങ്ങനെ? 5 കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ലോകത്തിൽ ഇതിനു മുമ്പ് ഇന്നുവരെ സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരുന്ന ഒരു പ്രക്രിയ ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ഈ കാലയളവിൽ കൃപായുഗമായത് പരിശുദ്ധാത്മയുഗം എന്നതിന് പേരുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന വ്യക്തികളിലൂടെ മാത്രമാണ്. അഥവാ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ടവരിലൂടെ മാത്രമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരിൽ തന്നെ അനാത്മീയരായിട്ട് ആത്മാവിന് കീഴ്പ്പെടാതെ ജീവിക്കുന്നവർ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ടില്ല. ആത്മീയരിലൂടെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാവരിലും പരിശുദ്ധാത്മ പ്രവർത്തനം ഇന്നില്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ വായിക്കുന്ന സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഈ ആത്മപകർച്ച വലിയ ദൈവിക വെളിച്ചത്തിനും ആത്മീയമായ ഉന്നമനത്തിനൊക്കെ ഒരു മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ സകല ജനങ്ങൾക്കും ദൈവത്തെക്കുറിച്ചും ദൈവിക സത്യങ്ങളെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും ആഴത്തിൽ അറിയാനുള്ള അവസരം അത് മുഖാന്തരം ഉണ്ടാകും. അവിടെ സകല ജനത്തിൻ്റെ മേലും പ്രത്യേകം ഓർക്കുക, ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, തേജസ്കരിക്കപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ചല്ല ഈ കാര്യങ്ങളൊക്കെ. അന്നത്തെ കാലത്ത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന പോലെ ഈ സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്. അത് 2 വിഭാഗം ആളുകളാണെന്ന് നമ്മൾ ഓർത്തിട്ടുണ്ട്. ഒന്ന് ഇസ്രായേലരും, മറ്റൊന്ന് ജാതികളും. ഇസ്രായേലരല്ലാത്ത ഇതര ജനങ്ങളും. അവർക്കാണ് ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തേജസ്കരിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ആത്മനിറവിൻ്റെ ആവശ്യമൊന്നും പ്രത്യേകമില്ല. അവർ ആത്മപൂർണരായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ വായിക്കുന്ന ഈ ഭാഗത്ത് കാണുന്നു, ഒന്ന്, ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. 2, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കൃപാവരങ്ങളോടുകൂടെ അവർ അന്ന് ശുശ്രൂഷകൾ ചെയ്യും, ജീവിക്കും എന്നാണ് ഇതിനകത്തുകൊണ്ട് വ്യക്തമാകുന്നത്. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വേർതിരിവൊന്നും കാണുന്നില്ല, ജെൻഡർ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അതിനുള്ള അവസരം നൽകുന്നു. വീണ്ടും വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ചാവാൻ കിടക്കുമ്പോൾ പേടിച്ച് സ്വപ്നം കാണുന്നതല്ല, മറിച്ച് വാർദ്ധക്യം അന്നൊരു വിഷയമേ അല്ല. പ്രായമുള്ളവരും വളരെ പ്രത്യാശയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവവചനത്തോട് പൂർവ്വം വിധേയത്തോടുള്ളവരാണ്. അപ്പോൾ ദൈവികമായ നല്ല സ്വപ്നങ്ങൾ, ആത്മീയമായ പ്രചോദനം നൽകുന്ന സ്വപ്നങ്ങളൊക്കെ അവർ കാണുമെന്ന് അതിൻ്റെ അർത്ഥം. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അതുപോലെ ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, കാഴ്ചപ്പാടുകൾ, വിഷൻ, അത് പ്രായമായവർക്ക് പോലും ഉണ്ടാകുമെന്ന്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പൊതുവേ ഉള്ള ധാരണ എന്താ? ഇനിയിപ്പോൾ ഒന്നും പറ്റുകയില്ല, കാലം എങ്ങനെയും കഴിച്ചു കൂട്ടണം. അങ്ങനെ കുറേ പേര് ചിന്തിക്കും. എല്ലാവരും അങ്ങനെയല്ല. എന്നാൽ എല്ലാവരും ജീവിതത്തിൽ ചിന്തിക്കുന്നവരാണ്, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? 70-80 വർഷം ജീവിച്ചു, ഇനി ജീവിക്കുന്ന അത്രയും നാൾ ഫലകരമായിട്ട് ജീവിക്കണം.
ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള ഒരു ജീവിതം ജീവിക്കണം. ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ, പോട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് മതി എന്ന് സമാധാനിക്കുകയല്ല. ദൈവം തന്നെ ഈ ജീവിതം ഈ ഓരോ ആയുസ്സേ ഉള്ളൂ. ആയുസ് പരമാവധി ദൈവത്തിനും ദൈവ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രയോജനപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാലത്ത് അങ്ങനെ ആയിരിക്കും. അന്ന് അവരെങ്ങനെ ആയിരിക്കും എന്നാണ് വായിക്കുന്നത്? സ്വപ്നങ്ങളെ കാണുമെന്നാണ് വായിക്കുന്നത്. സ്വപ്നങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിഷൻസ്, ഈ സ്വപ്നങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആ മീനിങ്ങിലല്ല, മറിച്ച് നമുക്ക് പദ്ധതികളുണ്ടാകണം. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്യണം, ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ചെയ്യണം, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടാകണം. അതിനൊരു ധാരണയുണ്ടാകണം, ഒരു ബോധ്യമൊക്കെ. ഒരു പദ്ധതിയും ഇല്ലെങ്കിൽ ചുമ്മാ സമയം കളയാവുന്നേ ഉള്ളൂ. പദ്ധതികൾ തയ്യാറാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിലയുള്ളതാണ്. ബാല്യക്കാരോ വൃദ്ധന്മാരോ യൗവനക്കാരോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ജീവിതത്തിലുള്ള നല്ല ദർശനമുള്ള വിഷനുള്ള കാഴ്ചപ്പാടുള്ളവരായിട്ട് ജീവിക്കാനിടയാകും. അന്നത് സംഭവിക്കും. അടുത്തത്, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ചെറുപ്പക്കാരൊന്നും ഒരു ലക്ഷ്യമില്ലാതെ തെക്കോടൊക്കെ MDMA അടിഞ്ഞ് നടക്കുന്ന കാലമല്ലത്. അത് ഇന്നത്തെ കാലമാണ്. എന്നാൽ അന്ന് അങ്ങനെയല്ല, കാര്യത്തിന് വ്യത്യാസം വരും. അവരെല്ലാവരും നല്ല ദർശനമുള്ളവരായിരിക്കും. നല്ല വീക്ഷണങ്ങളുള്ള പ്രത്യേകം പദ്ധതികൾ, പ്ലാനുകൾ, പ്രോഗ്രാമുകൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്, പരിശുദ്ധാത്മ സാന്നിധ്യം. മശിഹ ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിലുള്ള സകല പ്രജകളും ഈ വിധ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. അതാ മശിഹ ഭരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെന്ന് പറഞ്ഞു. വീണ്ടും വായിക്കുന്നു, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞാൽ വലിയവരെന്നോ ചെറിയവരെന്നോ താണവരെന്നോ ഉയർന്നവരെന്നോ വ്യത്യാസമില്ല. എല്ലാ ജനസമൂഹങ്ങളുടെ മേലും പരിശുദ്ധാത്മ പകർച്ച ശക്തിയായിട്ടുണ്ടാകും. ആ ആത്മപ്രവാഹം, ആത്മപകർച്ച, അത് ആത്മീയമായ കാര്യങ്ങളെ വിവേചിക്കുവാനും തിരിച്ചറിയുവാനും ഒക്കെ ഉള്ള നല്ല അവസരമായിരിക്കും. ഓർക്കണം, ഈ 1000 ആണ്ട് വാഴ്ചയിലും മനുഷ്യരെ പാപികളാണ്. രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് അപ്പം തന്നെ രക്ഷാപരിജ്ഞാനത്തിൽ എത്താത്തവരുമുണ്ട്. അപ്പോൾ അന്നുള്ളവർക്ക് രക്ഷിക്കപ്പെടാൻ വളരെ ഈസിയാണ്. കാരണം പരിശുദ്ധാത്മാവ് ഇന്നുള്ളതിനേക്കാൾ ആഴമായി ഈ വചനസത്യങ്ങളൊക്കെ ഗ്രഹിപ്പാനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട്. പിന്നാലെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്, അന്ന് ജ്ഞാനവും വർദ്ധിക്കും. അതിൻ്റെ ഫലമായിട്ടും ഈ സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇന്ന് സംശയമുള്ളവരുണ്ട്. ഈ ക്രിസ്തുമാർഗം ശരിയാണോ, യേശുവാണോ ഏകരക്ഷകൻ, ഇങ്ങനെ പല തർക്കങ്ങളും ചിന്തകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അന്ന് ഇതിനൊന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അതുല്യമായി പ്രവർത്തന ഫലമായിട്ട് കാര്യങ്ങളൊക്കെ നേരെ ഗ്രഹിപ്പാനുള്ള കൃപ അല്ലെങ്കിൽ ജ്ഞാനം എല്ലാ മനുഷ്യർക്കും ആ കാലത്ത് ലഭിച്ചിരിക്കും. പിന്നെ തീരുമാനം എടുത്താൽ മാത്രം മതി. അതിനകത്ത് മാത്രം സ്വന്തം തീരുമാനം. എങ്ങനെയാണ് കർത്താവിനെ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടായിരുന്നു, ആത്മീയമായിട്ട് ജീവിക്കണോ ജീവിക്കേണ്ടായിരുന്നു. ഇന്ന് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പലർക്കും കൺഫ്യൂഷനുള്ള പല കാര്യങ്ങളുണ്ട്, ആത്മീയ ജീവിതത്തിലുമുണ്ട്. എന്നാൽ അന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. എല്ലാവരും ജ്ഞാനാത്മപൂർണരാകുന്ന ഒരു പ്രത്യേക കാലയളവായിരിക്കും. അപ്പോൾ സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയുടെ പ്രാരംഭത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇസ്രായേലിൻ്റെ കൂട്ടിച്ചേർപ്പ് നടക്കും. മനുഷ്യപുത്രൻ്റെ അടയാളം അപ്പോൾ ആകാശത്ത് വിളങ്ങുമെന്ന് 4 സുവിശേഷങ്ങളൊന്നും വായിക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലം ആകാശത്തിൻ്റെ അറുതി മുതൽ 4 ദിക്കിൽ നിന്ന് തൻ്റെ വ്രതന്മാരെ കൂട്ടിച്ചേർക്കും. ആ വ്രതന്മാരെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനങ്ങളെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയവരെ അവിടെ അന്ന് കൂട്ടിച്ചേർക്കും. അനന്തരമാണ് ഈ ആത്മപകർച്ചയും അനുബന്ധമായി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട ചില വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. യെശയ്യാവ് 32-ന്റെ 15. മതി. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഒരു ആത്മപകർച്ച, പോറിംഗ് ഓഫ് ദി സ്പിരിറ്റ്. വീണ്ടും അവിടെ നമ്മൾ വായിക്കുന്നു. യോവേൽ പറഞ്ഞ ആ കാര്യത്തിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ അത്. അപ്പോൾ ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ആത്മാവിനെ ജനത്തിൻ്റെ മേൽ പകരും. ഈ ആത്മപകർച്ചയാണ് മശിഹായുടെ മടങ്ങി വരെയുള്ള ഒരു കൂട്ടമായിട്ട് കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു കാരണം. അതുകൂടാതെ തന്നെ മറ്റു കാരണങ്ങളുണ്ട്. പീഡനകാലത്തെ ഉപദ്രവങ്ങളും എതിർക്രിസ്തുവിൻ്റെ പീഡകളും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവർ മശിഹായെ തിരിച്ചറിയുവാനും ജാതിയായിട്ട് കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ചേരുവാനും തുടർന്നുള്ള ആ രാജ്യത്തിൽ മഹത്വപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ അവരുടെ മേൽ പകരും എന്നാണ് എഴുതിയിരിക്കുന്നത്. യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത് നോക്കി. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 33-34. ഇതേ ആശയം ആ വാക്യത്തിലും നമുക്ക് കാണാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 33-34 വചനങ്ങൾ. ഞാൻ അവരുടെ
ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. അതിന് കാരണമാകുന്നത് എന്താ? ഞാൻ അവർക്ക് പുതിയ ഹൃദയം കൊടുക്കും, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ ഇരിക്കും. മുൻകാലങ്ങളിലൊക്കെ അത് കിതാബിൽ മാത്രം, അല്ലെങ്കിൽ ചുരുളുകളിൽ മാത്രം, പുസ്തകത്തിൽ മാത്രം വരുന്നു. ആ പുസ്തകത്തിൽ ഇരുന്നത് ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് രൂപാന്തര കാരണമായിട്ട് പരിണമിക്കും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് മുഖാന്തരമാകുന്നത്. യെശയ്യാവ് 44 അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നോക്കി. അവിടെ ആത്മപകർച്ചയുടെ മറ്റൊരു ചിത്രം കാണുന്നു. യോവേൽ പറഞ്ഞതിനോട് സാമ്യമുള്ളതാണ്. 44 അധ്യായം 3-ാം വാക്യം. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും. അല്ലല്ല, വാക്യം അതല്ല. 44-ാം അധ്യായം 44:3. ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിയിന്മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. ഇതെല്ലാം ഭാവികാല പ്രയോഗങ്ങളാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടാണ് പ്രവാചകന്മാർ ഇത് രേഖപ്പെടുത്തുന്നത്. ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയാകുന്നത് യേശു കർത്താവ് ഈ ഭൂലോകത്തിൻ്റെ ചക്രവർത്തിയായി അധികാരമേറ്റെടുത്ത് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുന്ന ആ സുവർണ യുഗത്തിലായിരിക്കും. ലോകചരിത്രത്തിൽ ഒരു ഭരണാധികാരികൾക്കും ഇതുപോലുള്ള ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ ജനങ്ങളെല്ലാം ഏകകണ്ഠമായി സന്തോഷിക്കുന്ന അനുഗ്രഹപൂർണമായ ഒരു കാലയളവായിരിക്കും നമ്മുടെ കർത്താവിൻ്റെ മഹനീയമായ ആ ഭരണകാലം. അതേക്കുറിച്ച് ആ വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. കർത്താവായ യേശു ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എൻ്റെ അടുക്കൽ വരുന്നവന്, എന്നിൽ വിശ്വസിക്കുന്നവന് തിരുവെഴുത്ത് പറയുന്നത് പോലെ അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ വാക്യത്തിൻ്റെ ഒരു നിവർത്തീകരണം കൂടാതെ 1000 ആണ്ട് വാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിക്കും. ഈ മഴക്കാലത്ത് തോടും പുഴകളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞാണ് ഒഴുകുന്നത്. വേനൽക്കാലം ആകുമ്പോൾ വെള്ളമൊക്കെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ആ മഴക്കാലത്തെ ആ സമൃദ്ധി പോലെ, ആ ജലസമൃദ്ധി പോലെ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ആത്മീയ ദാഹമുള്ളവർക്ക് വേണ്ടി ദൈവം അത് ഇന്നും ചെയ്യുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇത് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുമെങ്കിൽ ആത്മീയ അർത്ഥത്തിൽ ഇന്ന് ഈ കൃപായുഗത്തിൽ ദൈവജനത്തിൻ്റെ മധ്യേ സംഭവിക്കും. ആത്മീയമായ ദാഹവും വിശപ്പും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഞാൻ എന്ത് ചെയ്യും? ദാഹിക്കുന്നിടത്ത് വെള്ളം കൊടുക്കാമെന്നാണ് പറയുന്നത്. ദാഹമുണ്ടോ? കർത്താവ് പറഞ്ഞതോ അതാ, ദാഹിക്കുന്നവൻ വരട്ടെ, വെള്ളമില്ലാത്തവരെല്ലാം വന്നാട്ടെ എന്നല്ല പറഞ്ഞേ. അങ്ങനെയാണ് അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കലയും കുറുക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നേനെ. ദാഹിക്കുന്നവൻ വരട്ടെ. ആ ഒരു ദാഹം ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവിക പരിജ്ഞാനത്തിന് വേണ്ടി, ആത്മീയ ജീവിതത്തിന് വേണ്ടി, ആത്മഫലങ്ങൾക്ക് വേണ്ടി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ഒരു ദാഹമൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. ദാഹം വന്നാൽ എന്ത് ചെയ്യും? വെള്ളം എത്ര കിട്ടിയാലും കുടിക്കും, ഇല്ലയോ? ഒരു 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 ഔൺസ് കുടിച്ചങ്ങ് നിർത്താമെന്ന് വിചാരിക്കുമോ? അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു അല്പം കുടിച്ചിട്ട് ഇനിയും കുടിക്കണ്ട എന്ന് വിചാരിക്കും. ദാഹം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കുടിക്കും, അല്ലേ? അപ്പോൾ ദാഹത്തിൻ്റെ അവസ്ഥയാണ് കൂടുതൽ വെള്ളം കുടിക്കണോ കുടിക്കണ്ട എന്ന് തീരുമാനിക്കും. ഇനിയും തീരുമാനിച്ചു. നമ്മുടെ സ്ഥിതി എങ്ങനെയാണ്? ദാഹമുണ്ടോ? ആത്മീയമായ ദാഹം അതുണ്ടാകണം. അതിനുള്ള നാളുകളായത്. കാരണം നമ്മുടെ മുമ്പിൽ ഇനി ഒരുപാട് അവസരങ്ങളൊന്നും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാകണമെങ്കിൽ ഇനിയും വർഷങ്ങളുടെ അകലമുണ്ട്. എന്നാൽ അതിനൊക്കെ തൊട്ട് മുമ്പ് ഏറ്റവും നമുക്ക് അടുത്തിരിക്കുന്ന സംഗതി ഏതാണ്? ഒരു നാൾ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ നമ്മളെ ചേർക്കാൻ വരും. കാഹളം ധ്വനിക്കുന്ന ആ സമയത്ത് മാത്രമേ നമ്മൾ സംഭവം അറിയുള്ളൂ. അതുവരെ നമ്മളും അറിയത്തില്ല, ലോകവും അറിയത്തില്ല. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളറിയും, അന്യജനങ്ങൾ അതും അറിയത്തില്ല. നമ്മൾ പോകും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ ദാഹിക്കാനും വിശക്കാനും ഒക്കെയുള്ള അവസരം ഇപ്പോഴാണ്. ആത്മീയ ദാഹവും ആത്മീയ ആവശ്യബോധമൊക്കെ നമുക്കുണ്ടാകുമെങ്കിൽ ദൈവം അനേക ആത്മാക്കളെ നമുക്ക് തരും. കൊയ്ത്തിൻ്റെ കാലമായത്. ഈ കൊയ്ത്ത് കാലത്ത് വളരെ കൊയ്ത് കൂട്ടുവാനായിട്ട് നമുക്കിടയായി തീരണം. ഈ യോവേൽ പ്രവചനത്തിൽ നമ്മൾ ആദ്യം വായിച്ച 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ പെന്തക്കോസ്ത് നാളിലെ പത്രോസ് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അന്ന് ആ പ്രവചനം അവിടെ നിവൃത്തിയായൊന്നുമില്ല. ഇതുപോലെയുള്ള സംഭവം ദൈവവചനത്തിൽ നിങ്ങളുടെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് അവിശ്വാസികളായ യഹൂദജനത്തോട് സാക്ഷ്യം പറയുവാൻ ആ ഭാഗം അപ്പോസ്തലൻ ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. പ്രവചനത്തിന് നിവൃത്തിയൊന്നുമാണ്. ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നമ്മൾ 5 കാര്യങ്ങളോട് വായിച്ചു. ആ 5 കാര്യങ്ങൾ അന്ന് പെന്തക്കോസ്ത് നാളിൽ നടന്നിട്ടില്ല. അത് മാത്രമല്ല അവിടെ അന്യഭാഷയെക്കുറിച്ചൊരു സൂചന പോലുമില്ല. യോവേൽ പ്രവചന വിഷയമേ വേണ്ടിയിട്ടില്ല.
അപ്പോൾ ഇന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് അന്യഭാഷ പറയാനൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് ഇങ്ങനെ കിട്ടിയതാണെന്നൊക്കെയാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്യഭാഷ എന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് നൽകിയ കൃപാവരങ്ങളിലൊന്നാണ്. അതേക്കുറിച്ച് യോവേൽ പ്രവാചകൻ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രവചനത്തിലില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ആത്മനിറവിൻ്റെ അടയാളങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ അന്യഭാഷ അതിനകത്ത് ഉൾപ്പെടുന്നേ ഇല്ല. അത് പിന്നീട് കൃപായുഗത്തിൽ സഭകൾ സ്ഥാപിതമായതിനു ശേഷമാണ് ആ കൃപാവരം നൽകപ്പെട്ടതും. അതും ആ ഒരു കാലയളവിലേക്കുള്ള പ്രത്യേകമായ ഒരു പദ്ധതി മാത്രമായിരുന്നു എന്നും തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സന്ദർഭോഷയിൽ ആ കാര്യം ഓർമ്മിക്കുന്നുള്ളൂ. അപ്പോൾ പെന്തക്കോസ്ത് സംഭവിച്ചത് യോവേൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയല്ല, യോവേൽ പ്രവചനത്തിൻ്റെ അക്ഷരാർത്ഥ നിവൃത്തി നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവും തൻ്റെ രാജ്യസ്ഥാപനവും സംഭവിക്കുമ്പോൾ പൂർണ്ണമാകും. അന്ന് ഈ പറഞ്ഞ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും വ്യാപാരവും എല്ലാ മനുഷ്യർക്കും ലഭ്യമായി തീരും. മനുഷ്യർ ജ്ഞാനാത്മപൂർണരായി തീരുവാനായിട്ട് ഇടയാകും. എസെക്കിയേൽ പ്രവാചകൻ ഇത് മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. എസെക്കിയേൽ 11-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് മറ്റൊരു ഹൃദയത്തെ നൽകും. പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലാലുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. കണ്ടോ, അവിടെ ഒരു വലിയ വ്യത്യാസം കാണുന്നത്. ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഹൃദയത്തിന് എന്നാ കുഴപ്പം? വർക്ക് ചെയ്യുന്നില്ലയോ? ഉണ്ട്, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പദപ്രയോഗമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നു? കല്ലായ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്നും ഏൽക്കുന്നില്ല, ദൈവവചനം കേട്ടിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല, മനസ്സ് തഴമ്പിച്ച കടുപ്പിച്ച അവസ്ഥയായി എന്നുള്ളത്. ഇസ്രായേലിൻ്റെ സ്ഥിതി അക്ഷരാർത്ഥത്തില്ല. അവർ പിന്മാറ്റത്തിലായി മശിഹായെ തിരിച്ചറിയാനോ അംഗീകരിക്കുവാനോ കഴിയാതെ നൂറ്റാണ്ടുകളായി കഴിയുക. ക്രിസ്തീയ ലോകത്തിലേക്ക് വന്നാലോ യേശുക്രിസ്തുവിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കല്ലായ ഹൃദയം. അത് കേൾക്കാൻ അവർക്ക് മനസ്സില്ല, അംഗീകരിക്കാൻ താല്പര്യമില്ല. അക്രൈസ്തവർ മാത്രമല്ല, ക്രൈസ്തവരെന്ന് പറഞ്ഞ മഹാഭൂരിപക്ഷവും പള്ളിയും പാരമ്പര്യങ്ങളും പൗരോഹിത്യമാണ് അവർക്ക് പ്രധാനം. വചനത്തിന് യാതൊരു സ്ഥാനം കൊടുക്കുന്നില്ല. കല്ലായ ഹൃദയം അത് മാറ്റിയിട്ട് ദൈവമെന്നാണ് പറയുന്നത്. ഞാനവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും, പുതിയൊരാത്മാവിനെയും കൊടുക്കും. ഏതായി പുതിയ ആത്മാവ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പഴയ ആത്മാവ് ഏതാ? ഈവിൾ സ്പിരിറ്റ്, ദുരാത്മാവ്, സാത്താൻ്റെ ആത്മാവ്. അതാണ് ഇവരെ നിയന്ത്രിച്ച് ഭരിച്ച് ഈ പാപത്തിലേക്ക് കൊണ്ടുവന്ന്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ പിശാച് അവിശ്വാസികളുടെ മനസ്സ് കണ്ണുകുരുടാക്കിയെന്നല്ല, മനസ്സ്. എന്തിനാ അങ്ങനെ ചെയ്തിരിക്കുന്നത്? ദൈവപ്രതിമയായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ, ആ വെളിച്ചം കാണാതിരിക്കാൻ, കർത്താവിനെ തിരിച്ചറിയാതിരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ. സാത്താന് നമ്മളെക്കാൾ ഈ കാര്യം അറിയാം. ദൈവവചനം ശരിയായിട്ട് വിളംബരം ചെയ്യപ്പെട്ടാൽ ജനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയും. അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവൻ ചെയ്യും. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ മടങ്ങി വന്ന് ഇസ്രായേലിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ജനങ്ങൾക്ക് അവർക്ക് പുതിയൊരു ഹൃദയം ദൈവം കൊടുക്കും. അത് വലിയൊരു ആവശ്യമാണ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്കും ഒരു പുതിയ ഹൃദയമാണ് കർത്താവ് തന്നത്, അല്ലേ? പഴയതെല്ലാം കഴിഞ്ഞുപോയി സകലതും പുതുതായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്ന നമ്മൾ ഒരു പുതിയ ജീവിതമാണ് നയിക്കേണ്ടത്, പുത്തൻ ജീവിതം. അത് രക്ഷിക്കപ്പെടുമ്പോൾ തുടങ്ങുന്നതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ കുറേ കഴിയുമ്പോൾ നമ്മളങ്ങ് പഴകും, അല്ലയോ? അതായത് പ്രായോഗിക ജീവിതത്തിലെ ഇടപെടലിലൂടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ വസ്ത്രം ധരിച്ചാൽ ഒരു വസ്ത്രം തന്നെ ഒരു മാസം അങ്ങ് ധരിച്ചാൽ അങ്ങനെ ഇരിക്കും. അത് മുഷിഞ്ഞ് നാറി ഒരു വല്ലാത്ത പരിവായിപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കൂടെ മാറുകയും ഭാഷയുകയും ഒക്കെ ചെയ്തു. ഇതേപോലെ തന്നെ നമ്മുടെ ദേഹിയുടെ കാര്യത്തിൽ, ദേഹത്തിൻ്റെയും ദേഹിയുടെ ആത്മാവിൻ്റെയും കാര്യത്തിൽ ഒരു നവീകരണം ആവശ്യം. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്ത് ചെയ്യണം? 1 മുതൽ 3 വരെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതെപ്പോൾ ചെയ്യണം? ആഴ്ചയിൽ ഒരിക്കൽ, ഇല്ലയോ? ഞായറാഴ്ച തോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അല്ല പിന്നെ എങ്ങനെ? ദിവസം പ്രതി ദിനം തോറും ഡെയിലി ഓരോ ദിവസവും ശുദ്ധീകരണം ആവശ്യമാണ്. മനസ്സിന് പുതുക്കൽ ആവശ്യമാണ്, രൂപാന്തരം ആവശ്യമാണ്. ഇത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായിരിക്കുക എന്നുള്ളത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ തരും, കല്ലായുള്ള ഹൃദയം നിങ്ങളിൽ നിന്ന് മാറ്റും. അക്ഷരാർത്ഥത്തിൽ അത് ഭാവിയിൽ നടക്കാൻ പോകണമെങ്കിലും ആത്മീയാർത്ഥത്തിൽ ഇന്നും ദൈവമക്കളുടെ ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എസെക്കിയേൽ പ്രവചനം തന്നെ നമുക്ക് 36-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വായിക്കാം. 36-ാം അധ്യായം 26, 27 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ
നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. മതി. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. അപ്പൊ ദൈവാത്മാവ് ഒരാളുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ആ വ്യക്തി ആരായിരുന്നാലും ദൈവത്തിന്റെ ചട്ടങ്ങൾ അല്ലെ ദൈവവചന പ്രകാരം ജീവിതം ക്രമീകരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ദൈവവചന പ്രകാരം ജീവിതം ഒന്നും ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ അർത്ഥം തന്നെ ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ അവസരമൊന്നും ഇല്ല. ഇത് ആഴമായിട്ട് അറിയണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം ഒരു 4-5 പ്രാവശ്യം വായിക്കണം. ദൈവാത്മാവിന്റെ ആ പ്രവർത്തനത്തിന്റെ വലിയ ചിത്രം നമുക്ക് അവിടെ കാണാം. ദൈവാത്മാവ് ആരിലാ പ്രവർത്തിക്കുന്നത്? ആത്മീയരിലൂടെ പ്രവർത്തിക്കുന്നത്, ജഡീകരിലൂടെ പ്രവർത്തിക്കുന്നില്ല. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസത്തെക്കുറിച്ച് അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. തുടർന്ന് ആത്മാവിന് കീഴ്പ്പെടുമ്പോൾ, വിധേയപ്പെടുമ്പോൾ ആത്മനിറവുള്ള ഒരു ജീവിതം സാധിക്കും. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണമെന്ന്. ആത്മനിറവ്, ആത്മപ്രാപണമല്ല, ആത്മനിറവ്. അത് വിശ്വാസിക്ക് ആവശ്യമാണ്, തുടർച്ചയായിട്ടുണ്ടാകണം. ആത്മനിറവ് എന്ന് പറഞ്ഞാൽ എന്നാ? അന്യഭാഷ പറയുന്നതാണോ? പ്രവചനമാണോ? അതൊന്നുമല്ല, അതൊക്കെ കൃപാവരങ്ങളാണ്. ആത്മനിറവെന്ന് പറഞ്ഞാൽ പരിപൂർണമായും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങളോട് കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുക. അതാണ് ആത്മനിറവിന്റെ രീതി എന്ന് പറയും. അങ്ങനെ നമുക്ക് വിജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ ചിലതൊക്കെ അറിയാമെങ്കിലും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നമ്മൾ കണ്ണടച്ചങ്ങ് വിടും. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്നാലും ദൈവവചനത്തിലൂടെ നമുക്ക് നേരിട്ട് മനസ്സിലായാലും കണ്ടില്ല കേട്ടില്ല നമ്മളെ കണ്ണടയ്ക്കും. അതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ ആത്മാവിനാലും നമുക്ക് പ്രകാശിപ്പിക്കപ്പെട്ട് കിട്ടുന്ന സത്യങ്ങൾ അപ്പം തന്നെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാമെങ്കിൽ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധിക്കും. ആത്മനിറവിന്റെ ജീവിതം ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിനോട് പറയുകയാണ്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും, പുതിയൊരു ഹൃദയവും ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ പ്രാപ്തരാക്കി തരും. ദൈവവചനപ്രകാരം ജീവിക്കാനുള്ള കൃപ നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ആത്മാവിനാൽ നിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. തടസ്സമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുമുണ്ട്. എങ്കിലും എന്നെ സഹായിക്കണം, എനിക്ക് അതിനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചു നോക്കി. കാര്യങ്ങൾക്ക് മാറ്റം വരും, വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകും. ഇനിയും ആ അധ്യായം പുസ്തകം തന്നെ എസെക്കിയേൽ 39-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം കൂടെ വായിക്കേ. 39-ാം അധ്യായം 29. ഇസ്രായേൽ ഗ്രഹത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകർന്നിരിക്കാൻ അവരിനിയും ആ പഴയ പാപജീവിതത്തിലേക്ക് പോവുകയില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. വാസ്തവത്തിൽ ഇത് പരിശുദ്ധാത്മയുഗമാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ഒക്കെ ഈ കാലയളവിൽ ലഭ്യമാണ്. എന്നിട്ടും ആത്മീയ ഗോളത്തിൽ വിശ്വാസികളുടെ ഇടയിൽ വ്യക്തിപരമായിട്ടും സഭയിലും കുടുംബത്തിലും ഒക്കെ ആത്മീയ സന്തോഷം കുറഞ്ഞാ വരുന്നത്, ഇല്ലയോ? പലരെയും സംബന്ധിച്ച് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നാളുകളുള്ള അത്തരം തീക്ഷ്ണതയും ഉത്സാഹമൊന്നും ഇപ്പം ഇല്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു, എന്തൊരു ഉത്സാഹമാണ്, എന്തൊരു സന്തോഷമാണ്. ആ സന്തോഷമൊക്കെ എവിടെ പോയി? ഒരിക്കൽ ദാവീദും പറഞ്ഞു, സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം, അല്ലേ? അപ്പൊ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? ദാവീദിന്റെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പാപം ചെയ്തപ്പോഴാണ്. നമ്മുടെ കാര്യം അത് തന്നെയാണ്. പാപം എന്താണെന്നുള്ളത് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഒരേ പാപം തന്നെയല്ല ചെയ്യുന്നത്, വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ പാപത്തിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ ആത്മാവ് അവനിൽ പ്രവർത്തിക്കുകയില്ല, സൈലന്റ് ആകും, നിർജീവമാകും, നിഷ്ക്രിയമാകും. അപ്പോൾ സന്തോഷവും ഇല്ലാതാകും. ആത്മാവിന്റെ പ്രകാശനം ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ പാപത്തെ വെറുക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. ഒരു പാപവും ചെയ്യത്തില്ലെന്ന് ഗ്യാരണ്ടിയേക്കാൾ പ്രധാനം പാപം ചെയ്യാതിരിക്കാനുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹം തമ്മിലുണ്ടാകുമ്പോൾ ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും. സാധു കൊച്ചുണ്ണീശ്വരൊരു പാട്ടുണ്ടല്ലോ, പാപം ചെയ്യാതെ തന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശ തൃക്കൈയിലേൽപ്പിക്കും. ആ ഭക്തന്റെ ആഗ്രഹവും താല്പര്യവും അതാണ്, പാപം ചെയ്യാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ദൈവം നമുക്ക് തരും. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ദൈവം. അപ്പൊ ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ ആത്മീയ മന്ദതയുടെയും നിർവികാരതയുടെയും നിഷ്ക്രിയത്വത്തിന്റെയും ലൗകികതയും ജഡീകതയുടെയും ഒക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്ത ഒരു ജീവിതം. കൃപാവരങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുന്ന ആളുകളും കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് ആത്മാവില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ ബ്രദറുകാർക്കും ബാപ്റ്റിസ്റ്റുകാർക്കും ഒന്നും ആത്മാവില്ലെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. അത് ഏത് ആത്മാവിനെ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചായിരിക്കും അവർ പറയുന്നത്. പരിശുദ്ധാത്മാവിനല്ലാതെ ഒരാൾക്ക് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയാൻ കഴിയുകയില്ലെന്ന് ദൈവവചനം സ്പഷ്ടമായിട്ട് പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പാവബോധം വന്ന് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞ എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട്. അപ്പൊ പിന്നെ ഇല്ലെന്ന് പറയുന്ന ഏതാത്മാവായിരിക്കും? അത് പല ആത്മാക്കളാണ്. ഒന്ന് ദുരാത്മാവാണ്,
പിന്നെ ആളുകൾ പറയുന്നുണ്ട് ഈ പെന്തക്കോസിൻ്റെ ആത്മാവെന്ന് പറഞ്ഞൊരു ആത്മാവുണ്ട്. അങ്ങനെയെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല പെന്തക്കോസിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നു. ഈ 3 കാറ്റഗറിയിലല്ലാതെ വേറൊരാത്മാവുമില്ല. ഈ പെന്തക്കോസിൻ്റെ ആത്മാവ് എവിടെ നിന്ന് വന്നാന്ന് ചോദിച്ചാൽ ആധുനിക പെന്തക്കോസുകാരുടെ സൃഷ്ടിയാണ്, ബൈബിളിലുള്ളതല്ല. ആ ആത്മാവ് നമുക്കില്ല. നമുക്കുള്ളത് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന പാപബോധം തന്ന് കർത്താവിലേക്ക് കൊണ്ടുവന്ന നമ്മളെ രക്ഷയ്ക്ക് പ്രാപ്തരാക്കി തീർത്ത പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അതിന് ജാതിയും മതവും സമുദായവും ഒന്നും വ്യത്യാസമില്ല. ഒരു മനുഷ്യൻ ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളം എന്താ? പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അന്യഭാഷ പറയുന്നോ പ്രവചിച്ചോ എന്നുള്ളത് നോക്കിയല്ല, പിന്നെ എങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിലുണ്ടാകുന്ന ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെ ഒരു 9 കാര്യങ്ങൾ പടിപടിയായിട്ട് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് അർത്ഥം. കൃപാവരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവുണ്ടെന്ന് അർത്ഥമൊന്നുമില്ല. പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങൾ നൽകുന്നത്, സത്യമാണ്. എന്നാൽ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ കൊരിന്ത്യരോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. പക്ഷേ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു കക്ഷി വഴക്കുകളാണ്, 4 ഗ്രൂപ്പാണ് സഭയിൽ. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു ദുർനടപ്പ്, ഇവിടുത്തെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ വിഗ്രഹാർപ്പിതം. പിന്നെ അങ്ങോട്ട് ഒരുപാട് പോരായ്മകൾ ആ സഭയിലുള്ളത് ഒന്നൊന്നായിട്ട് അപ്പോസ്തലൻ നിരത്തിയിട്ട് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ പറയുന്നതായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അവരോട് പറഞ്ഞാൽ എന്താ? ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ. ഈ കൃപാവരം ഉള്ളവർ ചെയ്തു വെക്കുന്ന പണിയാണ് തുടർന്ന് പറയുന്നത്. കക്ഷി വഴക്കുകളും ദുരുപദേശങ്ങളും ദുർനടപ്പും അനുബന്ധമായ കാര്യങ്ങളൊക്കെ വിഗ്രഹാരാധന എല്ലാം അതിനകത്ത് വരുന്നു. ഇതിനാണോ കൃപാവരങ്ങൾ? അപ്പോൾ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് സഭയുടെയും വ്യക്തികളുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ വിഷയം അതല്ല, സന്ദർഭവശാൽ ഓർപ്പിക്കുന്നുള്ളൂ. 1000 ആണ്ട് വാഴ്ച പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു കാലയളവായിരിക്കും. അന്ന് ആത്മീയമായ വെളിച്ചം സമൃദ്ധിയായി ജനിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെക്കാളും അവസരം അന്ന് കൂടുതലുണ്ടെന്നുള്ളത് വിശേഷാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആത്മാവിൻ്റെ ആ നടത്തിപ്പ് ഈ കാലത്ത് നമുക്കുണ്ടാകുമ്പോൾ, ആത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടുമ്പോൾ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ആത്മീയമായ തീക്ഷ്ണതയും ആത്മീയമായ സ്നേഹവും വിശുദ്ധിയും നീതിയും സത്യവും കൂട്ടായ്മയും ഒക്കെ വർദ്ധിച്ചു വരാനായിട്ട് ഈ ആത്മനിറവ് ആവശ്യമാണ്. ആത്മാവിന് കീഴ്പ്പെട്ട ജീവിതം ആവശ്യമാണ്. വരും ദിവസങ്ങൾ അങ്ങനെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ ഫലമായിട്ട് ഈ ആത്മനിറവ് അന്ന് ലഭിക്കുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യർക്ക് ജ്ഞാനപൂർണ്ണത ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് സംബന്ധിച്ച് 1-2 വാക്യങ്ങൾ വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഹബക്കൂക്ക് 2:14. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ. സമുദ്രം കണ്ടിട്ടുള്ളവർക്കെല്ലാം അവിടെ വെള്ളത്തിന് ഒരു ക്ഷാമമില്ല, ഫുള്ളാണ്. എപ്പോൾ നോക്കിയാലും നിറഞ്ഞാൽ കിടക്കും. വെള്ളം പറ്റിപ്പോയൊരു സാഹചര്യം കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഭൂമി മുഴുവൻ എന്ത് സംഭവിക്കും? യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയും. എന്താ ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ജ്ഞാനവും പരിജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ അറിവ്, അനുഭവത്തിലൂടെയുള്ള അറിവ്. ഈ പ്രായമുള്ളവർക്കുള്ളൊരു പ്രത്യേകത അതാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ ജീവിച്ച ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോയതുകൊണ്ട് അതെന്താ ഇതെന്താന്നൊക്കെ അറിയാം. കൊച്ചു പിള്ളേർക്കൊന്നും ആ വിവരം അത്ര അറിയത്തില്ല. കാരണം ഇത് അനുഭവത്തിലൂടെ പഠിക്കാം. അനുഭവത്തിലൂടെ കിട്ടുന്ന ആ പ്രായോഗികമായ അറിവിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ആ കാലത്ത് മശിഹായുടെ ഭരണകാലത്ത് യേശുക്രിസ്തു ഭൂമിയെ വാഴുമ്പോൾ മനുഷ്യരെല്ലാം പരിജ്ഞാനമുള്ളവരായിത്തീരും. പരിശുദ്ധാത്മ നിറവാണ് അതിനവരെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഭൂമി സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമിയിലെല്ലാം ദൈവപരിജ്ഞാനം കൊണ്ട് മനുഷ്യന്മാർ വർദ്ധിച്ചു വരുവാനായിട്ടിടയാകും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും ഇതേ ആശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 11:9. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുക. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യത്തില്ല. കാരണം എന്താ? പരിജ്ഞാനപൂർണ്ണരായി തീർന്നിരിക്കുന്നതുകൊണ്ട് ആരും ഒരു ദോഷവും നാശവും ചെയ്യാനിടയാകാതെ വണ്ണം നല്ല അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥരായിട്ട് മാറുന്നു. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഈ പ്രവാചകന്മാരെന്ന് ഒന്നിച്ച് അപ്പുറം ഇരുന്നുകൊണ്ട് പറഞ്ഞതല്ല. നൂറ്റാണ്ടുകളുടെ അകലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ എല്ലാം പരസ്പര ബന്ധമുള്ളതായിട്ട് കാണും. അതാണ് ദൈവവചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ദൈവവിശ്വാസമാണെന്നുള്ള തെളിവാണ്. അത് മാത്രമല്ല, ഒരേ വിഷയത്തെക്കുറിച്ച് 1, 2, 3 സാക്ഷികൾ രേഖപ്പെടുത്തിയിരിക്കുക. അത് ഇതിനെ കാണിക്കുന്നു, ദൈവവചനത്തിൻ്റെ ഉറപ്പിനെ കാണിക്കുന്നു. ഇത് പറഞ്ഞത് അതുപോലെ തന്നെ നടക്കുമെന്ന്. വേറെ ലോകത്തിൽ ഏത് ഗ്രന്ഥത്തിലുണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്?
എത്രയോ നൂറ്റാണ്ടുകളുടെ അകലത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദേശങ്ങളിലിരുന്ന് എഴുതപ്പെട്ട ദൈവാത്മപ്രേരിതരായ പ്രവാചകന്മാർ, എഴുത്തുകാർ വരുവാനിരിക്കുന്ന ഭാവി യുഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ആ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായിട്ട് ചേർന്ന് വരുന്നു. ഇത് ദൈവവചനം സത്യമാണെന്നുള്ളതും അക്ഷരപ്രകാരത്തിൽ ഇത് സംഭവിക്കുമെന്നുള്ളതിൻ്റെയും തെളിവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തന്നെ ഉദാഹരണമാണ്. ഒന്നാം വരവിനെ കുറിച്ച് ഏതൊക്കെ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് സമ്പൂർണ്ണമായിട്ട് നിവൃത്തിയായി. ക്രൂശീകരണ ദിവസം തന്നെ അനേകം പ്രവചനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിവൃത്തിയായി. ക്രൂശിക്കപ്പെട്ട ദിവസം അതൊക്കെ ഇന്നടുത്ത് സംഭവിക്കുമെന്ന് പഴയ നിയമത്തിൽ പലയിടത്തായിട്ട് പറഞ്ഞു. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞ ആ പ്രവചനങ്ങളെല്ലാം കൃത്യമായിട്ട് നിവൃത്തിയായി. ഇനിയും കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ നിവൃത്തിയാകാനുള്ളൂ. അത് നിവൃത്തിയാകുന്നതിൻ്റെ സൂചനകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അത് 1, 2 എന്ന് അക്കമിട്ട് ക്രമമായിട്ട് നിവൃത്തിയാകും. അങ്ങനെ കർത്താവ് വരും, തൻ്റെ രാജ്യം സ്ഥാപിക്കും, നീതിയോടെ ഈ ഭൂമിയിൽ വാഴും. ഒരു കൂട്ടം ജനം മശിഹായ്ക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഈ കൃപായുഗത്തിൽ ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവജനങ്ങളാകുന്നതുപോലെ ആ സഹസ്രാബ്ദ യുഗത്തിലും വലിയൊരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരും. ദൈവത്തിനുള്ളവരായി ദൈവത്തെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിട്ട് മാറും എന്നുള്ളത് ആ യുഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനിയും അതിൻ്റെ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം കൂടെ വായിച്ച്. എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, കണ്ടോ, 7 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ദൈവാത്മാവിന്റെ 7 വിധ പ്രവർത്തികളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ആ വാക്യം. ഇശായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കുറ്റി, ആ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും. അത് നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന. കർത്താവിൻ്റെ മേൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഏതുവിധം പ്രവർത്തിച്ചു, അതുപോലെ കർത്താവിനെ അംഗീകരിക്കുന്ന ദൈവമക്കളിലൂടെയും ആത്മപ്രവർത്തനം ഉണ്ടാകും. അത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും മുഖാന്തരമായിട്ട് തീരും. അനേകരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം വാക്യത്തിൽ വീണ്ടും ഇസ്രായേൽ സന്തതികൾക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വലിയതുമായിരിക്കും. നിന്റെ മക്കളെല്ലാവരും ആരായിരിക്കും? യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. അതിന് കാരണം കർത്താവ് തന്നെയാണ് ആ കാലത്ത് ഭൂമിയെ ഭരിക്കുന്നത്. കർത്താവിൽ നിന്ന് നേരിട്ട് കേൾക്കാനും കാണാനുമുള്ള അവസരമുണ്ട്. ദൈവാത്മാവിന്റെ പ്രവർത്തനം പ്ലസ് എക്സ്ട്രാ കർത്താവിന്റെ നേരിട്ടുള്ള സാന്നിധ്യം, ഇത് രണ്ടും. അതിന്റെ ഫലം എന്താ? നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. അവരുടെ സമാധാനം, നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും എന്നായിരിക്കും. ഇന്നൊട്ടും സമാധാനമില്ലായിരിക്കും, അല്ലയോ? പലരെയും മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും പലർക്കും സമാധാനമില്ല. മക്കളെ കൈവിട്ടു പോയി, മയക്കുമരുന്നുകൾക്കും ആധുനിക സാധനങ്ങൾക്കൊക്കെ അടിമകളായിപ്പോയി. അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല. പാവങ്ങളെ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വിട്ടതാണ്. ഈ പിള്ളേരും മനഃപൂർവ്വം അങ്ങനെ കുടുങ്ങിപ്പോയതൊന്നല്ല, ചതിവിൽപ്പെട്ടതാണ്. സർപ്പം ഉപായത്താൽ ചതിച്ചെന്ന് പറയുന്ന പോലെ പലരുടെയും വശീകരണത്തിലകപ്പെട്ട് പണം ഉണ്ടാക്കാനും സുഖജീവിതത്തിനും ആഡംബരത്തിനും വേണ്ടിയൊക്കെ ഇതിനകത്തൊക്കെ ചെന്ന് വിട്ടു. ആധുനിക മയക്കുമരുന്നുകളും അനുബന്ധമായ കാര്യങ്ങളൊക്കെ. എന്നാൽ നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ പുതിയൊരു പദ്ധതി തൂഫാൻ എന്ന് പറഞ്ഞ് ലഹരിക്കെതിരെ ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനകത്ത് പങ്കാളികളാകേണ്ടതാണ്. വർഷങ്ങളായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോഴേ പുച്ഛത്തോടെയാണ് ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരുന്നത്. ഇവര് മതം മാറ്റാൻ വന്നതാന്നൊക്കെ പറഞ്ഞ് ഇപ്പം അനുഭവിച്ചു തുടങ്ങി. മതം മാറ്റമൊന്നുമല്ല, മക്കൾ നശിക്കാൻ തുടങ്ങി, തലമുറകൾ നശിക്കാൻ തുടങ്ങി. യൗവന ലോകം അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ മാരകമായ വിഷവസ്തുക്കൾക്ക് അടിമകളായി ലോകം വിട്ടുപോകാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് കൊലപാതകങ്ങളും ആത്മഹത്യകളും ദുർനടപ്പുകളും വ്യഭിചാരങ്ങളും വർദ്ധിച്ചു. സമൂഹത്തിന് താങ്ങാൻ വയ്യാത്തവണ്ണമായി. സർക്കാരൊക്കെ ഗവൺമെൻറ്റുകൾ നേരിട്ട് ഇടപെടേണ്ട സ്ഥിതി വന്നു. അന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനം പറഞ്ഞപ്പോൾ കേട്ട് ദൈവവചനത്തിന് വിധേയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് സംഭവിക്കില്ലായിരുന്നു. വീണ്ടും ജനിച്ച ഒരാളും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരൊറ്റ വ്യക്തിയുമാണായാലും പെണ്ണായാലും ഈ പറഞ്ഞ യാതൊരു പാപപ്രവൃത്തിയിലേക്കും പോകുന്നില്ല. അത് സമൂഹം ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഒരു കൂട്ടം ആളുകൾ ഈ ലഹരി ഈ നാശകരമായ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കള്ളും കഞ്ചാവും ഒന്നും നമ്മളാരും ഉപയോഗിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായതുകൊണ്ടാണ്. അതൊക്കെ ഉപേക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ടാണ് നമ്മളിത്ര ആരോഗ്യത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും ജീവിക്കുന്നത്. മശിഹായുടെ ഭരണകാലത്തും അതിനെ സംഭവിക്കുന്നു. എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. ലോകം ഇതറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. സമാധാനത്തിനുള്ള ഒരേ ഒരു മാർഗം, സർക്കാരിനൊക്കെ തൂഫാനൊക്കെ നടത്തി ഒരു പരിധിവരെ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ.
സർക്കാരിൻ്റെ കണ്ണു വെട്ടിച്ചൊക്കെ ആളുകൾക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇതിനെ നിയന്ത്രിച്ചാൽ മറ്റെത്രയോ സ്റ്റേറ്റുകൾ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരിടത്ത് നിയന്ത്രിച്ചാൽ നിയന്ത്രണമില്ലാത്തിടത്തോട്ട് ആളുകൾ പോകും, അവിടെ കിട്ടുന്നിടത്തോട്ട് അവരെ തിരക്കിപ്പോവും. ഇതൊരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവാത്മാവ് ഒരു മനുഷ്യനെ നിയന്ത്രിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കൊടും ക്രിമിനലിനെ പോലും പിടിച്ചു കഴിഞ്ഞാൽ, നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, അവൻ എന്നേക്കുമായിട്ട് ആ പാപജീവിതത്തെ ഉപേക്ഷിക്കും. ആയുഷ്കാലം മുഴുവനും വിശുദ്ധനായിട്ട്, ഭക്തനായിട്ട്, സമൂഹത്തിന് കൊള്ളാവുന്നവനായിട്ട് ജീവിക്കും. അതാ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവായ യേശു വിശ്വസിച്ച് രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവവചനം വിശ്വസിക്കുന്നവർ ലോകത്തിലൊക്കെയും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങളിത് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. ഇത് മതം മാറ്റാനുള്ള പരിപാടിയല്ല സുവിശേഷം. മതം മാറ്റി പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ല. ഈ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുകയല്ല, എൻ്റെ കയ്യിലുള്ള കാശ് പോവുക ചെയ്യുന്നത്, ഈ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ചിലവാക്കുന്നുണ്ട്. എന്നാൽ അതൊരു നഷ്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അനേകർക്ക് സമാധാനം ലഭിക്കണം. ആ സമാധാനത്തിനുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞു. ഈ സമാധാനമാണ് മശിഹായുടെ ഭരണകാലത്ത് ലോകത്തിൽ ലഭിക്കാൻ പോകുന്നത്. നിന്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും, അവരെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരുമായിരിക്കും. ആ മനോഹരമായ ഭരണകാലം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? നമ്മുടെ ബഹുമാന്യരായ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ഒരു പരിധിവരെ ഈ തൂഫാനിലൂടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നോക്കുന്നെങ്കിലും അവർക്ക് ആർക്കും സമ്പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ സർവ്വലോകത്തിലും നടപ്പിലാക്കാനായിട്ട് കഴിയുകയില്ല. അവരുടെ അധികാര പരിധിയിലും ചുരുങ്ങിയ മേഖലയിലുമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഭൂലോകത്തിൻ്റെ അധികാരിയായിട്ട് ഭരണം നടത്തുന്ന ആ കാലയളവിൽ സകല ഭൂമിയും സർവ്വ അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് സകല മനുഷ്യരും അന്ന് ഈ നല്ല അനുഭവത്തിലേക്ക് വരാനായിട്ടിടയായിത്തീരും. അതിന് ദൈവം കേൾവിക്കാർക്കിടയാകട്ടെ. അന്നത് സാധിക്കണമെങ്കിൽ ഇന്ന് കർത്താവിനെ സ്വീകരിച്ചവർക്ക് അന്ന് മഹത്വപൂർണ്ണമായി ഈ കാര്യത്തിൽ പങ്കാളികളായി അനുഗ്രഹീതരായി തീരുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് യെശയ്യാ പ്രവചനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അവിടെയും ഇതിൻ്റെ കാരണം നമുക്ക് കാണാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്ന് പറയും. നമുക്ക് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് പോകാം. അതായത് യെരൂശലേമിലേക്ക്, സിയോനിലേക്ക്, യേശു കർത്താവിന്റെ അടുക്കലേക്ക്. അതിന് പ്രവേശനം ഉണ്ടായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പൊതുജനങ്ങൾക്കൊക്കെ വളരെ പ്രവേശന അനുവാദം കൊടുക്കും. ആർക്ക് വേണമെങ്കിലും ചെന്ന് പരാതി പറയാനൊക്കെ ഉണ്ട്. എന്നാൽ മുമ്പ് അങ്ങനൊന്നും അല്ലായിരുന്നു. ആട്ടിപ്പുറത്താക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതൊക്കെ മാറി. ഇതുപോലെ മശിഹാ രാജാവിൻ്റെ ഭരണകാലത്ത് പട്ടാളവും പോലീസും ഒന്നും ആരെയും തടഞ്ഞു വെക്കുകയില്ല. ആർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരിക്കും. യെരൂശലേമിലേക്ക് വരാനുണ്ടാവും. അന്ന് കർത്താവിൽ നിന്നും അവൻ്റെ ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാരും ദൈവവചനം സമൃദ്ധിയായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. എന്താ ആളുകൾ പറയാം, വരുവീൻ നമുക്ക് അങ്ങോട്ട് പോകാവുന്ന. എന്തിനാ പോകുന്നത്? ആ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? കയറി ചെല്ലാം, നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതയിൽ നടക്കും. അതാ കാര്യം. അവൻ തന്റെ വഴികളെ നമുക്ക് ഉപദേശിച്ചു തരും, നാം അവന്റെ പാതയിൽ നടക്കും. നടക്കേണ്ടുന്ന വഴി അവിടുന്ന് ഉപദേശിച്ചു തരും, നാം അതിലെ നടക്കും. അപ്പോൾ എങ്ങും വീഴാതെ സുരക്ഷിതമായി അനുഗ്രഹപൂർണമായി ജീവിതം കഴിക്കാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? നടക്കേണ്ട വഴിയേ അല്ല പോകുന്നേ, ഇഷ്ടമുള്ള വഴി അങ്ങ് നടക്കുക. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറഞ്ഞ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. പോകുന്ന വഴി അങ്ങ് വിട്ടേക്കാനല്ല പറഞ്ഞേ. പിന്നെ എങ്ങനെയാ? പോകേണ്ട വഴിയുണ്ട്. പോകുന്ന വഴിയും പോകേണ്ട വഴിയും രണ്ടും രണ്ടാ. പോകേണ്ടുന്ന വഴി, നടക്കേണ്ടുന്ന വഴി അവനെ അങ്ങനെ നടത്തണം. അന്ന് നമുക്കെല്ലാം ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ജാതിയിലെ ആളുകൾ മശിഹാ രാജാവിനെ അന്വേഷിച്ച് സിയോനിലേക്ക്, യെരൂശലേമിലേക്ക് വരും എന്നാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് ഉപദേശവും, സിയോനിൽ നിന്ന് ഉപദേശവും, താഴോട്ടെന്താ വായിക്കുന്നത്? സിയോനിൽ നിന്ന് ഉപദേശവും, യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. സിയോനിൽ നിന്ന് ഉപദേശവും, യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ആ വചനം കേൾക്കുവാൻ, ആ വചനം കേട്ട് അനുസരിക്കുവാൻ ജനമെന്ന് സന്നദ്ധരാകും. ഇന്നങ്ങനെ ആയിരുന്നു എത്ര നന്നായിരുന്നു അല്ലേ? ദൈവവചനം എത്രയോ സുലഭമായിട്ട് ഇന്ന് ലഭ്യമാണ്. നേരിട്ട് പുസ്തകം വാങ്ങി വായിക്കാം, വേദപുസ്തകം, ബൈബിൾ. പോരാത്തതിന് പറയുന്നവരും പറയിപ്പിക്കുന്നവരും ധാരാളമുണ്ട്. ദൈവവചനം കേൾക്കുവാൻ അനേക അവസരങ്ങളുണ്ട്. പക്ഷെ അനേകരും ചെവി കൊടുക്കുന്നില്ല, കേൾക്കാൻ മനസ്സില്ലാത്തവരാണ്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി ചായ്ക്കുക എന്ന് പറയേണ്ട സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണും. ഇതൊന്നും മാറണം. അന്ന് സിയോനിലേക്ക്, യെരൂശലേമിലേക്ക് ജനം ചെല്ലും. സിയോനിൽ നിന്ന് ഉപദേശവും യഹോവയുടെ വചനവും പുറപ്പെട്ടു വരും. വചനം കേട്ട് അനുഗ്രഹപൂർണ്ണരാകുവാനുള്ള അനുഗ്രഹീതമായ ഒരു അവസരം അന്ന് സർവ്വജാതികൾക്കും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അവരുടെ എല്ലാം ഉപദേഷ്ടാവായ കർത്താവിനെ അവർ കാണും. 30-ാം അധ്യായത്തിൻ്റെ യെശയ്യാ പ്രവചനം തന്നെ 30-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വായിക്കാം.
കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളിൽ എന്നൊരു വാക്ക് പിറകിൽ നിന്നും കേൾക്കും. അപ്പോൾ വഴി ഇതാ, ഇതിലെ നടന്നു എന്നുള്ള നിർദ്ദേശം കേട്ടു. നിന്റെ ഉപദേഷ്ടാവിനെ നീ കണ്ടുകൊണ്ടിരിക്കും. ഇനി നിനക്ക് മറിഞ്ഞിരിക്കുള്ളൂ. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന ആൾ. സഭയിലുമുണ്ട് ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ. പരിശുദ്ധാത്മാവ് പ്രത്യേക കൃപാവരം നൽകി വചനം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പ്രാപ്തരാക്കിയിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇവിടെ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് തന്നെയാണ്. നിന്റെ ഉപദേഷ്ടാവിനെ മറിഞ്ഞിരിക്കില്ല, നീ കാണും. ഇസ്രായേലിനോടുള്ള പ്രവചനമാണ്, യഹൂദനോടുള്ള പ്രവചനമാണ്. അക്ഷരാർത്ഥത്തിൽ ഈ പ്രവചനം നിറവേറും. അതിന്റെ ഫലം എന്താകും? വടത്തോട്ടോ എടുത്തോട്ടോ തിരിയുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമല്ലോ, ജീവിതമാണല്ലോ. അപ്പോൾ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ എന്താ പറയും? ഇതിലെ ഇങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിലെയാ പോകേണ്ട, വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പിമ്പിൽ നിന്ന് കേൾക്കും. ആ ശബ്ദം കേട്ട് തീരുമാനങ്ങൾ എടുക്കാനിടയാകും. നമുക്കും അത് സാധിക്കണം. നമ്മളെ ഗൗരവമായ ചെറുതോ വലുതുമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാറുണ്ടോ? മോനെ ഇങ്ങനാ, മോളെ ഇങ്ങനാ, ഇതിൽ തന്നെ പൊക്കോ, അത് പോകരുതെന്നാണ് പറയുന്നത്. 1-2 പ്രാവശ്യമൊക്കെ പോകരുതെന്ന് പറഞ്ഞിട്ട് അതേ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയത്തില്ല. അവഗണിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നമ്മോട് ഇടപെടത്തില്ല. അനുസരിച്ചാൽ മാർഗനിർദ്ദേശങ്ങൾ പിന്നെയും പിന്നെയും ലഭിക്കും. വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന എത്ര നല്ലതാണ്. കർത്താവും പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. കേട്ടിട്ട് ചെയ്യും, എന്നെ അനുഗമിക്കും. അന്യന്മാരുടെ ശബ്ദം അത് പരിചയമില്ലാത്തതുകൊണ്ട്, മനസ്സിലാകാത്തതുകൊണ്ട്, തിരിച്ചറിയാത്തതുകൊണ്ട് അവർ പോകത്തില്ല. ഇടയൻ്റെ ശബ്ദം ആടുകൾക്കറിയാം. നമ്മുടെ നല്ല ഇടയനായ, ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? പല ശബ്ദത്തിനിടയ്ക്ക് ഒരു ശബ്ദമായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അത് മാറണം. ആ ശബ്ദം തിരിച്ചറിഞ്ഞ് കർത്താവിനെ അനുഗമിക്കാൻ നമുക്കിടയാകും. വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുക. എന്ത് നല്ല പ്രബോധനം അല്ലേ! എത്ര ആശ്വാസപരമാണ്. വഴി തെറ്റാതെ പോകാനുള്ള നല്ല ഗൈഡൻസ്. ഇന്ന് GPS നോക്കിയൊക്കെ ആൾക്കാർ പോകുന്നു. GPS നോക്കി പോയി നദി വീണ് മരിച്ചതായിട്ടൊക്കെ ഞാൻ ന്യൂസ് വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിലൊക്കെ മിസ്റ്റേക്ക് വരും, തെറ്റ് വരും. ചിലപ്പം പറഞ്ഞതൊക്കെ നല്ല റൂട്ടായിരിക്കും, ചെല്ലുമ്പോഴായിരിക്കും ഇടയ്ക്ക് ഒരു കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുക എന്ന് ദൈവാത്മാവിൻ്റെ പ്രബോധനം ലഭിച്ചാൽ ഒരു മാർഗതടസ്സവുമില്ലാതെ ഈ സിയോൻ പ്രയാണം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഏതൊരു ദൈവപൈതലിനും സാധിക്കും. ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളായി ഇതുവരെ ഓർത്ത്. ഒന്ന്, ഈ മശിഹായുടെ ഭരണകാലത്തെ പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും. സകല ജഡത്തിൻ്റെ മേലും ദൈവാത്മാവിൻ്റെ പകർച്ച മൂലം ദൈവിക സത്യങ്ങളെ അറിഞ്ഞ് അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കൃപയുള്ള ഒരു ജീവിതം നയിക്കാൻ അവസരമുണ്ട്. 2, പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തന ഫലമായിട്ട് പരിജ്ഞാനം സകല മനുഷ്യർക്ക് ലഭിക്കും. ആ പരിജ്ഞാനപൂർണ്ണത മനുഷ്യർക്ക് ലഭിക്കുവാൻ ദൈവാത്മാവിൻ്റെ ഇടപെടലിനോടൊപ്പം തന്നെ ദൈവവചനത്തിൻ്റെ പ്രബോധനവും ആ കാലയളവിൽ സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അന്നും ഉപദേശിമാരൊക്കെ ഉണ്ട്, വചനം പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, സമൃദ്ധിയായിട്ടുണ്ടാവും. അത് മാത്രമല്ല, വലിയ ഒരു കൂട്ടം ആളുകൾ ഇത് കേട്ട് അംഗീകരിക്കത്തക്കോണം സന്നദ്ധരാകുകയും ചെയ്യും. ജനം വർദ്ധിക്കുകയും ചെയ്യും. ആ സഹസ്രാബ്ദവാഴ്ചയൊക്കെ ആരംഭിക്കുമ്പോൾ ഭൂമിയിൽ ജനത്തിൻ്റെ അളവ് പൊതുവെ കുറവായിരിക്കും. കാരണം മഹോദരവകാലത്ത് പല ഘട്ടങ്ങളായിട്ട് വലിയ തോതിൽ ലോകജനസംഖ്യ കൊല്ലപ്പെടാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ ജനം കുറവായിരിക്കും, പിന്നീട് വർദ്ധിച്ചു വരും. അത് മറ്റൊരു വിഷയമാണ്, വേറെ പ്രാവശ്യം നമുക്കത് ചിന്തിക്കാം. ജനസംഖ്യാ വർധനവ്, ആയിരക്കണക്കായിട്ട് ജനങ്ങൾ ഓരോ കുടുംബങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ചു വരും. ഇന്നത്തെ കുടുംബങ്ങളൊക്കെ വർദ്ധിച്ചു വരിക, ഒരു മുറി ഇങ്ങനെ നിൽക്കുക. എന്നാൽ അന്നല്ല, 100,000 എന്നുള്ള ആ കണ്ടീഷനിലാണ് ജനം വർദ്ധിക്കുന്നത്. ഭൂമി മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയും. അവർ വലിയൊരു ശതമാനം ഈ പറഞ്ഞ രീതിയിൽ ദൈവവചനത്തിൻ്റെ പ്രബോധനം ലഭിച്ച് ദൈവത്തിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കും. ഇനി മറ്റൊരു കാര്യം, ആ കാലത്തെ ജനങ്ങളുടെ അനുഭവം, അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, അത് സന്തോഷപൂർണമായ കാലയളവായിരിക്കും. ജോയ്ഫുൾ കിങ്ഡം, സമാധാനപൂർണ്ണമായിരിക്കുന്നത് പോലെ സന്തോഷപൂർണമായ ഒരു ഭരണകാലമായിരിക്കും. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യെശയ്യാ 9:3. അവരുടെ സന്തോഷം എങ്ങനെ ആയിരിക്കണം? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അവരെ ദൈവം വർദ്ധിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വെറുതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരുമാതിരി ഞരങ്ങി മൂളി ജീവിക്കുകയല്ല, പിന്നെ എങ്ങനെ സന്തോഷപൂർണമായ ഒരു ജീവിതമായിരിക്കും. ഇന്ന് മനുഷ്യനെ ഇടിച്ചു പിഴിഞ്ഞാൽ ഇത്തിരി സന്തോഷം കിട്ടത്തില്ല. അത്രയും പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഇന്നത്തെ ആധുനിക ലോകം. ആധുനിക മനുഷ്യരും അങ്ങനെ അല്പമെങ്കിലും ആശ്വാസ സമാധാനമുള്ള നമ്മളെപ്പോലുള്ള കുറേ പേർക്കേ ഉള്ളൂ. അതായത് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം. ദൈവമക്കൾക്കും ഉണ്ട് പ്രശ്നങ്ങൾ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നൊന്നും പറയാൻ പറ്റുകയില്ല, പല ജീവിത പ്രശ്നങ്ങളാണ്. എന്നാൽ കുറച്ചെങ്കിലും ഉള്ളത് നമുക്കാണ്. ലോക മനുഷ്യർക്ക് ഈ പറഞ്ഞതൊന്നും ഒട്ടും ഇല്ല. എന്നാൽ അന്ന് ദൈവജനത്തിൻ്റെ അവസ്ഥ എന്താ വായിക്കുന്നത്? ഇതിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം. 2 ഉദാഹരണങ്ങളാണ് സാമ്യപ്പെടുത്തി പറയും. ഒന്ന്, കൊയ്ത്തുകാലത്തിൻ്റെ
സന്തോഷം പോലെ. എന്താ ഈ കൊയ്ത്ത് കാലത്ത് ഇത്ര സന്തോഷം? ധാന്യങ്ങളൊക്കെ സമൃദ്ധിയായി വിളഞ്ഞിരിക്കുന്നുണ്ട്. പലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ മുന്തിരിയും അത്തിയും ഒലിവും ഇതൊക്കെ സമൃദ്ധിയായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനുമുണ്ട്, പഞ്ഞമില്ല. അതുകൊണ്ട് അതിലുള്ള ഒരു സന്തോഷമുണ്ട്. യുവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബോവസിൻ്റെ വയലിലേക്കൊക്കെ വരുമ്പോൾ കൊയ്ത്തുകാരൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഇഷ്ടം പോലെ കൊയ്ത് വിളഞ്ഞു കിടക്കുന്നത്. വിശാലമായ വിളഞ്ഞ വയലുകൾ, അത് സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയൊക്കെ അടയാളമാണ്. അതാണ് സന്തോഷത്തിൻ്റെ ഒരു കാരണം. അത് കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെ. രണ്ടാമത്തെ ഉദാഹരണം എന്താ? കൊള്ള പങ്കിടുമ്പോഴുള്ള സന്തോഷം. കൊള്ള പങ്കിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ കാലത്ത് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ശത്രുക്കളെ തോൽക്കുമ്പോൾ അവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുത്തോണ്ട് വരും. ആ കൊണ്ടുവരുന്ന സ്വത്തൊക്കെ ഒരുപാടുണ്ടാകും. അത് മൃഗങ്ങളും പണവും സ്വർണവും എല്ലാം വരും. അതെല്ലാം ഈ യുദ്ധത്തിന് പോയവർക്കും ബാക്കിയുള്ളവർക്കുമായിട്ട് പകുത്തു കൊടുക്കും. അതിനെ കൊള്ള പങ്കിടുക എന്ന് പറയും. ചുമ്മാ കിട്ടുന്നതാ. ഇഷ്ടം പോലെ സമ്പത്ത് അനുഭവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇതൊന്നും വേണ്ടായിരുന്നു എന്നാലും പറയും. കിട്ടുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പോൾ അത് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വലിയ സന്തോഷം അന്ന് ജനത്തിന് ലഭ്യമായി തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുമെന്നാണ്. നിന്റെ സന്നിധി എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ. ആ ദൈവസന്നിധിയിലെ സന്തോഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നും ദൈവമക്കളുടെ ആത്മീയ കൂടെവരവിലൊക്കെ ഈ ദൈവിക സന്തോഷം ഉണ്ടാകണം. ദൈവസന്നിധിയിലാണ് വന്നിരിക്കണമെന്നുള്ള ആ സാന്നിധ്യബോധം ഒന്നാമതുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ സാന്നിധ്യബോധം നമ്മളെ ഭരിക്കുമ്പോഴാണ് ഈ ദൈവിക സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് ഇടയാകുന്നത്. യെശയ്യാവ് 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ച്. 12:3. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അതിൽ അലങ്കാര പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ഈ പദപ്രയോഗങ്ങളൊക്കെ. അന്ന് അവിധ അനുഭവം ഉണ്ടാകും. ഇനിയും ഈ 30-ാം അധ്യായത്തിൻ്റെ 29 വായിച്ച യെശയ്യാവ് തന്നെ 30-29. ഹൃദയപൂർവ്വം സന്തോഷിക്കും. അതായത് ഒരു അഭിനയ സന്തോഷമല്ല, വെറുതെ ഈ പല്ലിലൊന്ന് ചിരിച്ച് കാണിക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്ന അതായത് ഹൃദയപൂർവ്വമായ സന്തോഷമെന്ന് പറയും. നിങ്ങൾ ഉത്സവഘോഷങ്ങൾ ഇതേപോലെ പാട്ട് പാടും. പാട്ടൊക്കെ വരണമെങ്കിൽ സന്തോഷമുണ്ടെങ്കിലേ പാട്ട് വരും, ഇല്ലയോ? ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ പാട്ട് വരുമോ? അന്നേരം കരച്ചിലേ വരുള്ളൂ. അപ്പോൾ അത് ഹൃദയ സന്തോഷത്തെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലയളവായിരിക്കും. കാരണം ഈ സന്തോഷത്തെ കനിക്കുന്നൊന്നും അവിടെ ഇല്ല. രോഗമില്ല. മുമ്പൊരു പ്രാവശ്യം നമ്മളതൊക്കെ ചിന്തിച്ചതാണ്. രോഗമില്ല, ബലഹീനതകളൊന്നുമില്ല, ദാരിദ്ര്യമില്ല, പഞ്ഞമില്ല, ശത്രുക്കളില്ല, ഉപദ്രവമില്ല, കഷ്ടനഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടാനുള്ള കാരണമൊന്നുമില്ല. ദുഃഖവും മുറിവിളിയും ഓടിപ്പോകുമെന്നാണ് ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഹൃദയപൂർവ്വമായി സന്തോഷിക്കുന്ന ഒരു കാലമായിരിക്കും. 66-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കിയും. യെശയ്യാവ് തന്നെ 66-10. 66-10. കണ്ടോ? അത്യന്തം ആനന്ദിപ്പിൻ. യെരൂശലേമിൻ്റെ യഥാസ്ഥാനത്തിന് ശേഷം അവർ സന്തോഷിക്കുമെന്ന് മാത്രമല്ല, അന്ന് ബാക്കിയുള്ളവരെ ആഹ്വാനം ചെയ്ത് അവളോടുകൂടെ സന്തോഷിപ്പാൻ, യെരൂശലേമിനോടുകൂടെ യഹൂദനോടൊപ്പം സന്തോഷിപ്പാൻ ജാതികളെയും ആഹ്വാനം ചെയ്യുന്നത്. അന്ന് എല്ലായിടത്തും ഭൂമിയിൽ സാർവത്രികമായ സന്തോഷത്തിൻ്റെ ഒരു കാലയളവ് ആയിരിക്കും. മുമ്പൊരു ക്ലാസ് നമ്മൾ ഓർത്തത് സമാധാനത്തെക്കുറിച്ച്. എല്ലാവരും സമാധാനത്തോടെ വസിക്കുന്ന ആ കാലത്ത് സന്തോഷവും അവരെ അനുഭവിക്കുന്നതായിട്ട് തീരും. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ വായിച്ച ആ ഭാഗം നമുക്ക് കൂടാം. 35-10. വരും, ഉണ്ടായിരിക്കും, പ്രാപിക്കുന്നുണ്ടോ? ഓടിപ്പോവും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ എന്തോ ഒരു ഉല്ലാസമായി, എന്തോ ഒരു സന്തോഷമായിരിക്കും, ഇല്ലയോ? അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അനുഭവമാകുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. അവിടെ ദുഃഖവും നെടുവീർപ്പൊന്നുമില്ല. അവർ സിയോനിലേക്ക് വരും. എങ്ങനെ വരും? സന്തോഷത്തോടെ വരും. അങ്ങനെ സന്തോഷപൂർണമായ ഒരു അനുഭവം ആ കാലത്ത് ഉണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. മറ്റൊരു പ്രത്യേകത ആ കാലത്തിനുള്ളത്, അന്ന് ലോകം മുഴുവൻ ഒരു ഏകീകൃത ഭാഷയായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ തന്നെ അനേകം ഭാഷകളുണ്ട്. എഴുത്തുള്ള ഭാഷ, എഴുത്തില്ലാത്ത ഭാഷ, മൃതഭാഷ, സജീവ ഭാഷ, ഇങ്ങനെ ഒത്തിരി ഭാഷകളുണ്ട്. വലുതീർണമായിട്ട് ധാരാളം ആയിരക്കണക്കിന് ഭാഷകൾ ഇന്ത്യയിൽ മാത്രമുണ്ട്. കണക്ക് പറഞ്ഞാൽ ഒത്തിരി സമയം പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലോകത്തിൽ മൊത്തത്തിൽ 17,000 ഭാഷകൾ നിലവിലുണ്ട്. ഒരുത്തൻ പറയുന്ന ഒരുത്തന് മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ലോകമാണ്. എന്നാൽ അന്ന്
നമ്മുടെ മശീഹായുടെ ഭരണകാലത്ത് കർത്താവ് ലോകത്തെ വാഴുമ്പോൾ ഏകീകൃത ഭാഷ ഉണ്ടാകും. സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കി. സഫന്യാവ് 3:9. സഫന്യാ പ്രവചനം നമ്മുടെ മലയാള തർജ്ജമയിൽ നിർമ്മലമായ അധരങ്ങളെ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ മൂലഭാഷാ പ്രയോഗം നോക്കുമ്പോൾ നിർമ്മലമായ ഒരു ഭാഷ നൽകും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എബ്രായ മൂലത്തിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകത്തില്ല, പല ഭാഷക്കാരാണെങ്കിൽ. എന്നാൽ അന്ന് എല്ലാവരും ഒരേ ഭാഷ തന്നെ പറയുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകും. ലോകത്തിലെ പല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നുള്ളവരെന്ന് അവിടെ ഉണ്ട്, പല ദേശക്കാരോടുണ്ട്, പല ഭാഷക്കാരുണ്ട്. പക്ഷേ അന്ന് ഒരു യൂണിഫൈഡ് ലാംഗ്വേജ്, ഏകീകൃതമായ ഒരു ഭാഷ ഉണ്ടാകും. ദൈവവചനം പഠിച്ചാൽ നമുക്കറിയാം ഈ ഭാഷ കലക്കപ്പെട്ടത് എപ്പോഴാണ്? ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം. അതിനു മുമ്പ് വരെ ഒരേ ഭാഷയായിരുന്നു, എല്ലായിടത്തും ഒരേ ഭാഷയാണ്, എല്ലാവരും പറയുന്നത് മനസ്സിലാവുക. എന്നാൽ അന്ന് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തോടെ അത് കലക്കപ്പെട്ടു. ബാബേൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരർത്ഥം കലക്കമെന്നാണ്. പല ഭാഷയാണ്, ഒരുത്തൻ പറയുന്ന ഒരുത്തന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവർ ആ പണി നിർത്തി ഗോപുരം പണിയുണ്ടാന്ന് പറഞ്ഞ് പോയത്. ദൈവത്തിനെതിരെയുള്ള ഒരു മത്സരമായിരുന്നത്. ഉദ്ദേശം എന്തായിരുന്നു? സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിത് ഇനിയും ദൈവം ഒരു വെള്ളപ്പൊക്കം വന്നാൽ നമുക്ക് നേരെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് കയറി അവിടെ ഇരിക്കാം. മുങ്ങുകയാണെങ്കിൽ ദൈവം നമ്മളും കൂടെ ഒന്നിച്ച് മുങ്ങിയാൽ മതി. എന്തൊരു ബുദ്ധിയാണെന്നറിയാം. ആ അതിബുദ്ധി നടപ്പിലായില്ല. ദൈവം ഭാഷ കലക്കി, പണി വിട്ട് എല്ലാവരും ചെതറിപ്പോയി. അങ്ങനെ ആ പല ഭാഷയുണ്ടായിരുന്നു. ഈ സഭായുഗത്തിലും ഭാഷ ഒരു വലിയ വിഷയമാണ്. ഭാഷാപരം എന്ന് പറയുന്ന ഒരു വരം തന്നെ ദൈവം നൽകി ദൈവജനത്തിന്. അതെന്തിനു വേണ്ടിയായിരുന്നു? കലബല കിലബല എന്ന് പറയാനല്ല. ഇന്ന് അന്യഭാഷ എന്ന് പറയുന്നതൊക്കെ കലബല കിലബല എന്ന് പറയുന്നത്. അതും സാമാന്യ രീതി പറയാറില്ല. പാട്ടൊക്കെ പാടി അതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസൊക്കെ ആകുമ്പോൾ തമ്പാറിൻ്റെ സ്പീഡൊക്കെ കൂടി പിന്നെ രാഗവും താളവും എല്ലാം തെറ്റി ഒരു വല്ലാത്ത അവതാളത്തിലാകുമ്പോഴാണ് ഏതോ ആർക്കും മനസ്സിലാകാത്ത കുറേ അപശബ്ദങ്ങൾ പുറപ്പെടുന്നു. അന്യഭാഷ എന്ന് പറയുന്നത് അതല്ല. അന്യഭാഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അന്യന്മാരുടെ ഭാഷ, പഠിച്ചിട്ടില്ലാത്ത ഭാഷ, നമുക്ക് സ്വന്തമല്ലാത്ത ഭാഷ എന്നൊക്കെയാണ്. ഭാഷ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, അതിന് ഒരു വ്യാകരണമുണ്ട്, അതിന് വാക്കുകളുണ്ട്, അതിന് വാചകമുണ്ട്, ഘടനകളുണ്ട്, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ഭാഷയ്ക്ക്. അതെല്ലാം ഉള്ളതാണ്. ലോകത്തിൽ സംസാരിക്കുന്ന ഭാഷകളെയാണ് ദൈവാത്മാവ് കൃപാപരമായിട്ട് നൽകുന്നത്. അതായത് പഠിച്ചിട്ടില്ലാത്ത ഭാഷകളിൽ സംസാരിക്കാൻ വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ആത്മീയ കഴിവിനെയാണ് ഭാഷാവരങ്ങളെന്ന് പറയുന്നത്. ഒരു ഭാഷയല്ല, പല ഭാഷയിൽ സംസാരിക്കാനുള്ളത്. വേറെ ചിലർക്ക് അത് വ്യാഖ്യാനിക്കാനുള്ള വരം കൊടുത്തു, അതിനെയാണ് വ്യാഖ്യാനപരമെന്ന് പറയുന്നത്. ഇത് കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. അത് ഭാഗമായിട്ടും അംശമായിട്ടും നൽകിയ വരങ്ങളായിരുന്നു. ദൈവവചനം എഴുതപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിലേക്ക് അത് ആവശ്യമായിരുന്നു. അതിനുശേഷം ആ കൃപാവരങ്ങൾ നിന്നുപോയി. പക്ഷേ ഇന്നും ഒരു കൂട്ടം വിശ്വാസികൾ ഏതൊക്കെയോ വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ആത്മാവിൽ മർമ്മങ്ങളൊക്കെ സംസാരിക്കാനാണ് പറയുന്നത്. അവർക്കും അറിയത്തില്ല, കേട്ടവർക്ക് പറഞ്ഞുകൂടാ, പറഞ്ഞവർക്ക് പറഞ്ഞുകൂടാ. എന്നാൽ പെന്തക്കോസ്തുനാളുടെ അന്യഭാഷ പറഞ്ഞപ്പം കേട്ടവർക്ക് മനസ്സിലായി, പറഞ്ഞവർക്കൊന്നും അറിയത്തില്ല. കാരണം അവർ പഠിച്ചിട്ടുള്ള ഭാഷയല്ല അവർ പറഞ്ഞു. ദൈവാത്മാവ് അവരെ അതിന് പ്രാപ്തരാക്കി. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെന്തക്കോസ്ത് പറഞ്ഞാൽ യെരുശലേമിൽ വന്ന 14-ലധികം ഭാഷക്കാർ, അറബികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞാൽ ഒരു ഭാഷ, അന്യഭാഷ പറഞ്ഞ അറബിയും പറഞ്ഞു. അറബിയിൽ നിന്ന് വന്നവർക്ക് അത് കേട്ടപ്പം മനസ്സിലായി, റോമിൽ നിന്ന് വന്നവർക്ക് കേട്ടപ്പോൾ ലത്തീനി പറഞ്ഞപ്പോൾ മനസ്സിലായി, ഗ്രീക്കുകാർ വന്നവർക്ക് ഗ്രീക്കിൽ പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം ലോകത്തിൽ നിലവിലുള്ളതും മനുഷ്യർ ഉപയോഗിക്കുന്നതുമായ ഭാഷകൾ പഠിക്കാതെ പറയുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരത്തെയാണ് ആ ഭാഷാപരം എന്ന് പറയുന്നത്. ഇന്ന് പഠിച്ചിട്ടും പറയാൻ ഒക്കാതിരിക്കുക ആൾക്കാർ. മലയാളത്തിലൊരു സങ്കീർത്തനം വായിച്ചാൽ 10 വാക്യമുള്ള ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ 20 തെറ്റ് വരുത്തുന്ന പാർട്ടികളാണ്. അതാ ഭാഷാജ്ഞാനം. പിന്നെ വേറെ അന്യഭാഷകളാകുമ്പോൾ എന്തായിരിക്കും ഒരു ഗെയിമും. ആപ്പോട്ടെ, സന്ദർഭവശാൽ ഓർപ്പിക്കുന്നു മാത്രം. അന്ന് ഏകീകൃതമായ ഒരു ഭാഷ, എല്ലാ ജനങ്ങൾക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷ ദൈവം കൊടുക്കും. സ്വർഗത്തിലേത് ഭാഷയാണ്? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ അതേക്കുറിച്ച്? ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന ഭാഷയാണ്. എന്നാൽ ഒരു ഏകീകൃത ഭാഷയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, ഇല്ലയോ? കോടാനുകോടി വിശുദ്ധന്മാർ, വിവിധ യുഗങ്ങളിൽ ജീവിച്ചിരുന്ന വിവിധ ഭാഷക്കാരായ ആളുകൾ, ജ്ഞാനികളും ബർബരന്മാരും ഒക്കെ ഒന്നിച്ചു കൂടുന്ന ആ സ്വർഗീയ മഹാസഹസ്ര ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഒരേ ലാംഗ്വേജ് തന്നെയായിരിക്കും. പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കലക്കവും ഒക്കെ ഉണ്ടായത്, ഈ മത്സരവും പല ഭാഷകളും ഒക്കെ ഉണ്ടായത്. ആ മത്സരങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരും. 1000 ആണ്ട് വാഴ്ചയിലും ഏകീകൃത ഭാഷ ഉണ്ടായിരിക്കും. അവരൊന്നിച്ച് ദൈവത്തെ
മഹത്വപ്പെടുത്തും. അതേക്കുറിച്ച് നിർമ്മലമായ ഒരു അധരം എന്നുള്ള ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിൽ. നിർമ്മലമായ ഭാഷ സംസാരിക്കുന്ന അധരം ദൈവം അവർക്ക് നൽകും. ഒരു ശുദ്ധീകരിക്കപ്പെട്ട ഭാഷ, ഒരുപക്ഷേ പ്രായഭാഷ ആയിരിക്കാം. ബൈബിളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനൊരു ഊഹം പറഞ്ഞതാണ്. അല്ലെങ്കിലും മറ്റൊരു ഭാഷ ആയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരു ഭാഷയായിരിക്കും എല്ലാവരും സംസാരിക്കുന്നതെന്നുള്ളത് ഈ വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ കാലത്തെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തന പ്രവചനമാണ് 144 സങ്കീർത്തനത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആ 1000 ആണ്ട് വാഴ്ചയിലെ ജനത്തിൻ്റെ അനുഭവമായിരിക്കും അത്. 144 12 മുതൽ 15 വരെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട പ്രത്യേക അതിന് പ്രാധാന്യമുണ്ട്. ആ ആ അപ്പോൾ പുത്രന്മാരും പുത്രിമാരും എങ്ങനെ ഇരിക്കും? നല്ല അലങ്കാര പ്രയോഗങ്ങൾ കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്ന് ഒറ്റ വാക്കി പറഞ്ഞോ. വായിച്ചോ താഴോട്ട്. ആ സമൃദ്ധിയെ കാണിക്കുന്നത്. കളപ്പുറകൾ എന്തോണെന്നാ? വിവിധ ധാന്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഷോർട്ടേജ് ഇല്ല. സമൃദ്ധിയെ കാണിക്കുന്നത്. അടുത്തത് ആ 1000 ആട്ടും 10,000 ആട്ടോ, 1 2 ആട്ടല്ല, 1000 ആട്ടും. അതും സമൃദ്ധിയെ കാണിക്കുന്നതാ. പിന്നെ ഇല്ലാതിരിക്കട്ടെ. എന്നാൽ യുദ്ധവും വഴക്കും അങ്ങനത്തെ ഒന്നുമില്ലെന്ന്. പിന്നെ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം, അതേത് ജനമാ? അടുത്ത വാദം. യഹോവ ദൈവമായിരിക്കുന്ന ജനം അവരാണ്. അന്ന് യഹോവ മാത്രം ദൈവം, ആ യഹോവയ്ക്ക് മാത്രം ആരാധന. ഈ സ്ഥിതിയിലുള്ള ജനം ഭാഗ്യമുള്ളവരെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അന്ന് നിവൃത്തിയാവും. ഇന്നങ്ങനെ ആയിരുന്നു എത്ര നല്ലതായിരുന്നു അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. ലോകത്തിലുള്ള എല്ലാവരും ദൈവജനമല്ലെങ്കിലും ദൈവജനെങ്കിലും ഈ സ്ഥിതിയിൽ ഇരിക്കേണ്ടവരല്ലയോ മിനിമം? 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാ ജനത്തിനും ഈ പദവി കിട്ടും. യഹോവ ദൈവമായിരിക്കുന്ന ജനം, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. ആ ഭാഗ്യകാലം വരാൻ പോകുകയാണ്. മശീഹ രാജാവിൻ്റെ മടങ്ങിവരവും അവിടുത്തെ രാജ്യസ്ഥാപനവും ആ മഹനീയമായ വാഴ്ചയും അതിൽ നമ്മളും പങ്കാളികളാണ്. നമുക്ക് ഈ ഭാഗ്യാവസ്ഥയിലേക്ക് പോകാനുള്ള സമയം അടുത്തു വരുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുകയും നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് ഒന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പരിവർത്തനങ്ങൾ അനവധിയാണ്. 100 കാര്യങ്ങൾ നടക്കാൻ പോകും. അതിലേതാനും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. അതും വിശദമായിട്ടും ആഴമായിട്ടും ഒന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചുരുങ്ങിയ സമയപരിധി നമുക്കുണ്ടല്ലോ. അപ്പം നമ്മൾ ഓർത്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അതിൻ്റെ ഫലമായിട്ട് മനുഷ്യർക്ക് ലഭിക്കുന്ന ജ്ഞാനാത്മപൂർണ്ണത, സന്തോഷപൂർണ്ണമായ ഒരു കാലയളവ്, ഏകീകൃത ഭാഷ, തുടർന്ന് ഏകീകൃത ആരാധനയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതും സംഭവിക്കാൻ പോകും. അടുത്ത പ്രാവശ്യം നമുക്കതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. ഇങ്ങനെ മനോഹരമായ ഒരു കാലയളവ്, ആ കാലയളവിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം, യഹോവ ദൈവമായിരിക്കുന്ന ജനം, കലാപങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, ക്ഷാമങ്ങളില്ലാത്ത, വറുതിയില്ലാത്ത, കഷ്ടവും കണ്ണുനീരുമില്ലാത്ത ഒരു കാലം. ആ മഹനീയമായ കാലം വരും. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, പിന്നെ കള്ളവുമില്ല ചതിവില്ലെന്നൊക്കെ നല്ലൊരു പാട്ടാണ് അല്ലയോ? അങ്ങനെ ഒരു കാലം, അത് ഭാവനയായിരിക്കും. പക്ഷെ അങ്ങനെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, സാധ്യതയില്ല. എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാലം വരാൻ പോകുന്നു. യേശു മഹാരാജാവ് ഭൂലോക ചക്രവർത്തിയായി യെരുശലേം തലസ്ഥാനമാക്കി സർവ്വഭൂമിയിലും ഭരണം നടത്തുന്ന കാലത്ത് അവരുടെ വിശുദ്ധന്മാർ ആധിപത്യം നടക്കുമ്പോൾ അവിടെ കള്ളവുമില്ല ചതിവുമില്ല, അവിടെ വഞ്ചനയില്ല, അവിടെ കൈക്കൂലിയില്ല, അക്രമമില്ല, അഴിമതിയില്ല, അവിടെ യുദ്ധം സമരമില്ല, ഹർത്താലില്ല, ധൈര്യമായിട്ട് എവിടെയും യാത്ര ചെയ്യാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. മശീഹായുടെ മഹനീയമായ ഭരണകാലം, അതിൽ പങ്കാളികളാകുവാൻ ഈ കൃപായുഗത്തിൽ വിളിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ. എന്നാൽ ആ ദൈവത്തിൻ്റെ ആത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടാൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ഇന്ന് ഇവിടെ സാധ്യമാണ്. അതിൻ്റെ ബാക്കി അന്ന് അവിടെയും സാധ്യമാണ്. അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടണം.